ഇത്തരത്തിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൂടുതൽ പരിഗണന ഈ ഒരു ബജറ്റിന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് പൂർവോദയം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഈസ്റ്റേൺ ഭാഗത്ത്. കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ 2024-25 സാമ്പത്തിക വർഷത്തിലേക്ക് വേണ്ടിയുള്ള ബജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി അല്ലെ. അപ്പൊ ഈ വർഷം ഇത് രണ്ടാമത്തെ തവണയാണ് കേന്ദ്ര ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത്. അതായത് ഫെബ്രുവരി 1-ാം തീയതി ഒരു ബജറ്റ് അവതരിപ്പിച്ചു. പക്ഷെ അത് ഇന്ററിം ബജറ്റ് ആണെന്ന് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു അല്ലെ. ഇന്ററിം ബജറ്റ് അല്ലെങ്കിൽ ഇടക്കാല ബജറ്റ്. എന്താണ് ഇന്ററിം ബജറ്റ് എന്ന് ഉള്ളതെന്ന് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. അതായത് ഒരു ഇലക്ഷൻ ഫേസ് ചെയ്യുന്നതിന് മുന്നേ ഗവൺമെന്റുകൾ അവതരിപ്പിക്കുന്ന ബജറ്റാണ് ഇന്ററിം ബജറ്റ് അല്ലെങ്കിൽ ഇടക്കാല ബജറ്റ്. ഇപ്പോൾ അവതരിപ്പിച്ചത് ഒരു ഫുൾ ബജറ്റ് അല്ലെങ്കിൽ ഒരു റിവൈസ്ഡ് ബജറ്റാണ്. അതായത് 3-ാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റ്. ഇനി ഈ ഒരു ബജറ്റിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 7ാമത്തെ ബജറ്റാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും. അപ്പൊ 7th ബജറ്റാണ്. അപ്പോൾ തുടർച്ചയായി 7ാമത്തെ തവണ, അതായത് നിലവിൽ 6 തവണ അവതരിപ്പിച്ചിരുന്ന മൊറാർജി ദേശായിയുടെ റെക്കോർഡാണ് മറികടന്നത്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ധനകാര്യമന്ത്രിയായിട്ട് നിർമ്മല സീതാരാമൻ മാറുന്നുണ്ട്. 7 തവണയാണ് തുടർച്ചയായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു ബജറ്റിനകത്തുള്ള പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്തൊക്കെയെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്നാമതായിട്ട് ഈ ഒരു ബജറ്റിൽ, കഴിഞ്ഞ ഇന്ററിം ബജറ്റ് ഇടക്കാല ബജറ്റിൽ പറഞ്ഞ പോലെ തന്നെ വികസിത ഭാരതത്തിനെ പറ്റി പറയുന്നുണ്ട്. വികസിത ഭാരതത്തിനെ പറ്റി പറയുമ്പോൾ 4 മേഖലകൾക്ക് കഴിഞ്ഞ ഇടക്കാല ബജറ്റ് ഊന്നൽ കൊടുത്തായിരുന്നു അല്ലെ. ഒന്ന് അന്നദാത കർഷകർ, അതുപോലെ പാവപ്പെട്ടവർ ഗരീബ്, മഹിളായൻ സ്ത്രീകൾ, യൂത്ത് എന്നിങ്ങനെ 4 വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ ഇടക്കാല ബജറ്റ് ഊന്നൽ കൊടുത്ത കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അതേ ഒരു കാര്യം ഈ ഒരു ബജറ്റിലും നമ്മുടെ ധനകാര്യമന്ത്രി എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബജറ്റിലും 4 വിഭാഗക്കാർക്ക് ഊന്നൽ കൊടുക്കുന്നുണ്ട്. കർഷകർ, പാവപ്പെട്ടവർ, വനിതകൾ, അതുപോലെ തന്നെ യുവജനങ്ങൾ. ഇനി ബജറ്റിന്റെ തീം അല്ലെങ്കിൽ ഈ ഒരു ബജറ്റിന്റെ തീം എന്ന് പറയുന്ന ഈ ഒരു ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു 4 തീമിന്റെ അടിസ്ഥാനത്തിലാണ്, 4 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ 2024-25 ബജറ്റിന്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ 4 കാര്യങ്ങളുണ്ട്. ഒന്ന് എംപ്ലോയ്മെന്റ്, തൊഴിലവസരങ്ങൾ. ഒന്നാമത്തത് എംപ്ലോയ്മെന്റ്, തൊഴിലവസരങ്ങൾ. രണ്ടാമത്തെ സ്കില്ലിംഗ്, വൈദഗ്ധ്യം. മൂന്നാമത്തതെന്ന് പറയുന്നത് MSME, ചെറുകിട വ്യവസായങ്ങൾ. നമുക്കറിയാം മൈക്രോ, സ്മോൾ, മീഡിയം എന്റർപ്രൈസസ്, അതാണ് MSME എന്ന് പറയുന്നത്. നാലാമത്തത് മിഡിൽ ക്ലാസ്, ഇടത്തരക്കാർ. എന്നീ 4 വിഭാഗങ്ങളെ അല്ലെങ്കിൽ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും 2024-25 ബജറ്റ് തയ്യാറാക്കുന്നതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തീം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഒരു ബജറ്റ് പ്രധാനമായിട്ടും 9 പ്രയോറിറ്റീസ്, 9 മേഖലകൾക്കാണ് ഈ ഒരു ബജറ്റ് ഊന്നൽ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ബജറ്റ് പ്രാധാന്യം കൊടുത്തത്, മുൻഗണന കൊടുക്കുന്നത് 9 മേഖലകൾക്കാണ്. അതായത് വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള 9 പ്രയോറിറ്റീസ് അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള 9 മുൻഗണനാ മേഖലകൾ ഈ ഒരു ബജറ്റ് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ അടുത്ത എക്സാമുകൾ, കോമ്പറ്റേറ്റീവ് എക്സാം, നിങ്ങളിപ്പോ ഈ പറയുന്ന പോലെ LSGS മെയിൻസിനും സെക്രട്ടറി ടെസ്റ്റിനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന ബജറ്റിന്റെ 9 പ്രയോറിറ്റീസും 4 തീമുകളും എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് പോകും. അപ്പോ എന്തൊക്കെയാണ് 9 പ്രയോറിറ്റീസ് വികസിത ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡെവലപ്ഡ് ഇന്ത്യയുടെ 9 പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി ആൻഡ് റിസൈലൻസ് ഇൻ അഗ്രികൾച്ചർ, അതായത് ഉൽപാദനക്ഷമത, കാർഷിക മേഖലയുടെ ഉൽപാദനക്ഷമത, അതുപോലെ തന്നെ കാർഷിക മേഖലയുടെ പ്രതിരോധം തുടങ്ങിയ കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തത് എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗ്. എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തൊഴിൽ, അതുപോലെ തന്നെ വൈദഗ്ധ്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം രണ്ടാമത്തതാണ്. മൂന്നാമത്തത് ഇൻക്ലൂസീവ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, അതായത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വിഭവശേഷി വികസനവും സോഷ്യൽ ജസ്റ്റിസ്, അതായത് സാമൂഹ്യ നീതി, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വിഭവശേഷി വികസനവും അതുപോലെ തന്നെ സാമൂഹ്യ നീതിയും. നാലാമത്തത് മാനുഫാക്ചറിങ് ആൻഡ് സർവീസ്, അതായത് നമുക്കറിയാം വ്യാവസായിക മേഖലയും സേവന മേഖലയും. അർബൻ ഡെവലപ്മെന്റ്, അർബൻ ഡെവലപ്മെന്റ് നഗരവികസനം, അർബൻ ഏരിയാസ് എന്ന് വെച്ചാൽ നഗരവികസനമാണ്, ഗ്രാമം എന്ന് പറയുന്നത് റൂറൽ ആണ്. അർബൻ ഡെവലപ്മെന്റ് നഗരവികസനം. ദെൻ എനർജി സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഊർജ സുരക്ഷ, എനർജി സെക്യൂരിറ്റി, ഊർജ സുരക്ഷ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം. ഇന്നവേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, പുത്തൻ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ, അത്തരത്തിലുള്ള റിസർച്ചുകൾ, അതിനു വേണ്ടിയിട്ടുള്ള വികസനം തുടങ്ങിയ കാര്യങ്ങൾ. നെക്സ്റ്റ് ജനറേഷൻ റിഫോംസ്, അടുത്ത തലമുറ പരിഷ്കാരങ്ങൾ, പുതിയ തലമുറയിലേക്ക് വേണ്ടിയിട്ടുള്ള പരിഷ്കാരങ്ങൾ. അങ്ങനെ 9 മേഖലകൾ, പ്രധാനമായിട്ടും
9 മേഖലകളാണ് വികസിത ഭാരതത്തിൽ, ഡെവലപ്ഡ് ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള 9 മുൻഗണനാ മേഖലകളായിട്ട് ഗവൺമെന്റ് ബജറ്റിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബജറ്റ് പഠിച്ചിട്ട് പോകുന്നവർ നിർബന്ധമായിട്ടും ഈ 9 പ്രയോറിറ്റീസും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ എക്സാമുകളിലും ചോദിക്കുന്ന പോലെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വരുമാനം, ഏറ്റവും വലിയ ചെലവ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഇതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ചിലവ് ഏതാണെന്ന് ആദ്യം നോക്കാം. ഏറ്റവും വലിയ ചിലവ് നമ്മൾ മുന്നേ പഠിക്കുന്നതാണ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ആണെന്ന് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ഗവൺമെന്റ് ഏറ്റവും വലിയ ചിലവ് എന്ന് മുൻ വർഷങ്ങളിൽ ചോദ്യവും വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഗവൺമെന്റ് ഏറ്റവും വലിയ ഒറ്റ ചിലവ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് അല്ല, സ്റ്റേറ്റ് ഷെയർസ് ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്. സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി വിഹിതവും അതുപോലെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഡ്യൂട്ടികളുടെ വിഹിതവുമാണ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഒറ്റ ചെലവ്, 21%. അപ്പൊ ശ്രദ്ധിക്കുക, മുന്നേ അത് പലിശ അടവായിരുന്നു, ഇത്തവണ ഒരു ചേഞ്ച് ഉണ്ട്, പലിശ അടവല്ല, സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്. സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതികളും ഡ്യൂട്ടികളുമാണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗവൺമെന്റിന്റെ ചെലവായിട്ട് നമ്മൾ കണക്കാക്കുന്നത് 21%. ഇനി പലിശ അടവുകളാണെങ്കിലോ 19%. ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത് 19%, 2ാം സ്ഥാനം. അപ്പൊ ഏറ്റവും വലിയ ഗവൺമെന്റിന്റെ ചെലവ് ഏതാണ്? സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന നികുതിയും അതുപോലെ തന്നെ മറ്റ് ഡ്യൂട്ടികളും, സംസ്ഥാന വിഹിതം. ഈ 2ാം സ്ഥാനത്താണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. മുൻ വർഷങ്ങളിൽ പലിശ അടവായിരുന്നു ഏറ്റവും വലുത്, ഇത്തവണ അത് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഗവൺമെന്റ് ഏറ്റവും വലിയ വരവ് ഏതാണ്, ഏറ്റവും വലിയ റെസീപ്റ്റ് ഏതാണ്, വരുമാനം ഏതാണ്? അത് മുൻ വർഷങ്ങളിൽ നോക്കിയ പോലെ തന്നെ ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റീസ്, അതായത് വായ്പയും മറ്റ് ലൈബിലിറ്റീസ്, ബാധ്യതകളും, വായ്പ, ലോണ് അതുപോലുള്ള കാര്യങ്ങളും മറ്റ് ബാധ്യതകളും തന്നെയാണ് ഗവൺമെന്റ് ഏറ്റവും വലിയ ചിലവ്. ഏറ്റവും വലിയ വരുമാനം 27%. ഗവൺമെന്റ് ഏറ്റവും വലിയ വരവെന്ന് പറയുന്നത്, റെസീപ്റ്റ് എന്ന് പറയുന്ന ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റീസ് തന്നെയാണ്. അതായത് പലിശ, ഈ പറയുന്ന പോലെ ലോൺ എടുക്കുന്നു, വായ്പ എടുക്കുന്നു, അതുപോലുള്ള മറ്റ് ബാധ്യതകളാണ് ഗവൺമെന്റ് ഏറ്റവും വലിയ വരുമാനം. ഇനി നികുതി വരുമാനം ചോദിക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ടാക്സ് റെസീപ്റ്റ്, ഗവൺമെന്റ് ഏറ്റവും വലിയ നികുതി വരുമാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇൻകം ടാക്സ് ആണ്. ഗവൺമെന്റ് ഏറ്റവും വലിയ നികുതി വരുമാനം ഇൻകം ടാക്സ് ആണ്. കഴിഞ്ഞ ഇന്ററിം ബജറ്റ് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് ഏറ്റവും വലിയ നികുതി വരുമാനം ഇൻകം ടാക്സ് ആണ്, ആദായ നികുതിയാണെന്ന് പറഞ്ഞു. അതിൽ മാറ്റമില്ല. 2ാം സ്ഥാനത്താണ് GST 18%. 3ാമതാണ് കോർപ്പറേഷൻ ടാക്സ് അല്ലെങ്കിൽ കമ്പനികൾ അടയ്ക്കുന്ന നികുതി. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 2 പേജിലുമായിട്ട് നമുക്ക് നോക്കാനുള്ള കാര്യം, ഗവൺമെന്റ് ഏറ്റവും വലിയ വരുമാനം അത് ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റീസ്, കടവും മറ്റ് ബാധ്യതകളും. ഏറ്റവും വലിയ നികുതി വരുമാനം ആദായ നികുതി അല്ലെങ്കിൽ ഇൻകം ടാക്സ്. 2ാം സ്ഥാനത്താണ് GST. 3ാമത് കോർപ്പറേഷൻ ടാക്സ്. ഗവൺമെന്റ് ചെലവുകൾ എടുത്താൽ ഏറ്റവും വലുത് ഏറ്റവും വലുത് സ്റ്റേറ്റ് ഷെയർസ് ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്. ശ്രദ്ധിക്കുക, അതായത് സ്റ്റേറ്റുകൾ, സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതിയും അതുപോലെ മറ്റ് ഡ്യൂട്ടികളും. 2ാം സ്ഥാനത്താണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. ശ്രദ്ധിക്കുക, 2ാം സ്ഥാനത്താണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്, പലിശ അടവുകൾ. നമ്മൾ പറഞ്ഞ് ഏറ്റവും കൂടുതൽ പലിശ അടവ് എന്ന് പറഞ്ഞ് വീണ്ടും അത് തന്നെയാണ് വായിൽ വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ശ്രദ്ധിക്കണം, ഈ ബജറ്റിൽ വ്യത്യാസമുണ്ട്. ഇൻട്രസ്റ്റ് പേയ്മെന്റ് 2ാം സ്ഥാനമാണ്, സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ആണ് 1ാം സ്ഥാനത്ത്. നിങ്ങൾ മറന്നു പോകരുത്, അതാണ് 1ാം സ്ഥാനത്ത്. അടുത്ത 2024-25 പിന്നെ ബജറ്റിനകത്തുള്ള കാര്യം നിങ്ങളുടെ കൃത്യമായിട്ട് ആ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ടാക്സുകൾ, സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന നികുതിയും ഡ്യൂട്ടീസും ആണ് ഏറ്റവും വലിയ ചിലവെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്ത ഫിസ്ക്കൽ ഡെഫിസിറ്റ്. മുൻ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, പല എക്സാമുകളിലും പല ചോദ്യങ്ങളിലും ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ പറ്റി ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2024-25 ഗവൺമെന്റ് എസ്റ്റിമേറ്റ് ഇടുന്നത്, ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത് 4.9% ആയിരിക്കും ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നാണ്. അപ്പൊ 2024-25 കാലയളവിൽ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റ് GDP-യുടെ 4.9% ആയിരിക്കും. ഇനി കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ 5.9 ആയിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? അത് റിവൈസ് ചെയ്ത് 5.8 ആക്കി. റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, നമുക്കൊരു മുൻവർഷ ചോദ്യം നിങ്ങൾ കണ്ടായിരുന്നോ? അത് വീണ്ടും മാറി 5.6 ആയിട്ടുണ്ട്. ഈ വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും കുറഞ്ഞ് 5.6 ആക്കിയിട്ടുണ്ട്. ഇവിടെ കണ്ടല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ 5.9% ആയിരുന്നു ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് റിവൈസ് ചെയ്തു. ഈ വർഷം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് റിവൈസ് ചെയ്തു. അത് റിവൈസ് ചെയ്തപ്പോൾ 5.8 ആക്കി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, ഇതിനെയാണ് നമ്മൾ ബജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ബജറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് 5.9. അത് റിവൈസ് ചെയ്തു, പുതുക്കിയപ്പോൾ 5.8 ആയിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ 5.6 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അതേസമയം
നെക്സ്റ്റ് ഇയറിലത്തേക്കുള്ള ഫിസിക്കൽ ഡെഫിസിറ്റ്, നെക്സ്റ്റ് ഇയറിലത്തേക്കുള്ള ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം ഫിസിക്കൽ ഡെഫിസിറ്റ് 4.9 ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു കണക്കറിഞ്ഞിരിക്കുക, ഈ ഒരു കണക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് എക്സാമുകൾക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. LSTSും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും നിങ്ങൾ ചിലപ്പം LD രണ്ടാമത്തെ ഫേസ് ഒക്കെ എഴുതുന്ന ആൾക്കാർക്കും ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മനസ്സിലാക്കുക. ഇപ്പൊ 4.9 ആണ് അടുത്ത വർഷത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി നികുതിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നികുതിയുടെ കാര്യത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 3 ലക്ഷം വരെ നികുതി ഇല്ല, 3 മുതൽ 7 ലക്ഷം വരെ 5%, 7 മുതൽ 10 ലക്ഷം വരെ 10%, 10 മുതൽ 12 വരെ 15%, 12 മുതൽ 15 വരെ 20%, 15 ലക്ഷത്തിന് മുകളിൽ 30%. ഇതാണ് പുതിയ നികുതി സ്ലാബ് റേറ്റുകളാണ് പറയുന്നത്. ഇനി ഇവിടെ പറയുന്നുണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ വരെ നമുക്ക് ഡിഡക്ഷൻ അനുവദിച്ചിരുന്നു. അതിപ്പോ 75,000 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇനി ഫാമിലി പെൻഷനൊക്കെ 15,000 രൂപ വരെ ഇളവ് അനുവദിച്ചിരുന്നു. അതിപ്പോ 25,000 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അത് അത്രത്തോളം പ്രധാനപ്പെട്ടതല്ല, പക്ഷേ ഈ ഒരു ടാക്സ് സ്ലാബ് ഒന്ന് അറിഞ്ഞിരിക്കുക. എത്ര മുതൽ എത്ര ശതമാനം വരെ? 3 മുതൽ 7 ലക്ഷം വരെ 5%, 7 മുതൽ 10 ലക്ഷം വരെ 10%, 10 മുതൽ 12 ലക്ഷം വരെ 15%. അപ്പൊ ഈ ഒരു ടാക്സ് സ്ലാബ് ഒന്ന് അറിഞ്ഞിരിക്കുക, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നികുതി പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്ന മറ്റൊരു കാര്യം ഏഞ്ചൽ ടാക്സ് ഇല്ലാണ്ടാക്കുന്നു. അപ്പൊ ഏഞ്ചൽ ടാക്സ് എന്ന് വെച്ചാൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിനെയാണ് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് ചുമത്തുന്ന നികുതിയാണ് ഏഞ്ചൽ ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ പുതിയ ഇപ്പോൾ ഒരു പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്ന സമയത്ത് ആരെങ്കിലും പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഈ സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതിനാണ് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റിനുള്ള ടാക്സ് കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെന്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം ഈ പറയുന്ന പോലെ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കോർപ്പറേറ്റ് നികുതി, ഫോറിൻ കമ്പനികൾ, വിദേശ രാജ്യത്തുള്ള കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ കോർപ്പറേറ്റ് നികുതി 40% അത് 35% കുറച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അപ്പോൾ വിദേശ കമ്പനികൾ ഇന്ത്യക്കകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രവർത്തിക്കുമ്പോൾ അവരുടെ ലാഭത്തിന്റെ 40% അവർ നികുതിയായിട്ട് കൊടുക്കണമായിരുന്നു. ഇനി അത് 35% കുറച്ചാൽ മതി. 5%, അതായത് 40 നിന്ന് 35 എന്ത് ചെയ്തിട്ടുണ്ട്? നികുതി ശതമാനം, കോർപ്പറേറ്റ് നികുതി വിദേശ കമ്പനികൾക്ക് ഗവൺമെന്റ് ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഒരുപാട് ഇളവുകൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് രാജ്യത്ത് ഈ പറയുന്ന പോലെ അവശ്യ സാധനങ്ങൾ കൊണ്ടുവരാൻ, രാജ്യത്ത് ഈ പറയുന്ന ഉൽപാദനം കൂട്ടാൻ, രാജ്യത്ത് വളർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഒരുപാട് ഇളവുകൾ, കസ്റ്റംസ് എന്ന് വെച്ചാൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒരുപാട് ഇളവുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആദ്യമായിട്ട് പറയുന്ന 3ഓളം ക്യാൻസർ മരുന്നുകൾക്ക് കംപ്ലീറ്റ് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, മൊബൈൽ ഫോണിന്റെ മേലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കസ്റ്റംസ് ഡ്യൂട്ടി, അതുപോലെ തന്നെ മൊബൈൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകൾക്ക് ഉള്ള ഡ്യൂട്ടി, ചാർജറിന് മേലുള്ള ഡ്യൂട്ടി എല്ലാം 15% കുറഞ്ഞിട്ടുണ്ട്. മൊബൈൽ സർക്യൂട്ടുകൾക്ക്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകൾക്ക്, അതുപോലെ തന്നെ മൊബൈൽ ഫോണിന്, ചാർജറിന് മേല് 15% ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഇളവ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ ഗോൾഡിനും സിൽവറിനും 6%, 6.4%, ഗോൾഡും സിൽവറിനും പ്ലാറ്റിനത്തിനും 6%, ഗോൾഡിനും സിൽവറിനും പ്ലാറ്റിനത്തിന് 6.4% കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട്. ഷ്രിംപ് ആൻഡ് ഫിഷ് ഫീഡ്സ്, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് പ്രത്യേകിച്ച് ഷ്രിമ്പിനെ പറ്റി, ചെമ്മീനെ പറ്റി എടുത്ത് പറയുന്നുണ്ട് ഈ ബജറ്റിനകത്ത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലോട്ട് സമുദ്ര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാറുണ്ടല്ലോ. സമുദ്ര ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സീ ഫുഡ് ഐറ്റംസ്. അപ്പൊ അങ്ങനെ കയറ്റുമതി ചെയ്യുന്നതിൽ 2/3 ഷ്രിംപ് എന്നാണ് ഗവൺമെന്റിന്റെ കണക്ക്. ഷ്രിംപ് എന്ന് പറയുന്നത് ചെമ്മീനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സമുദ്രോൽപ്പന്ന കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഷ്രിമ്പിനെ കൂടുതൽ, അതായത് ഈ പറയുന്ന ഷ്രിമ്പുമായിട്ട് ബന്ധപ്പെട്ട്, ചെമ്മീനുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു മേഖലയുടെ വികസനത്തിന് വേണ്ടി സർക്കാർ കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു ബജറ്റിനകത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഷ്രിംപ് ആൻഡ് ഫിഷ് ഫീഡ്, ഈ ചെമ്മീനുകൾക്കും മീനുകൾക്കും കൊടുക്കാനുള്ള ഭക്ഷണം ഉണ്ടല്ലോ, ഫിഷ് ഫുഡ് എന്ന് പറയുന്ന ആ സാധനത്തിന്റെ ഇറക്കുമതിക്ക് 5% കസ്റ്റംസ് ഡ്യൂട്ടി, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, BCD എന്ന് വെച്ചാൽ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ക്യാപിറ്റൽ ഗുഡ്സ്, അതായത് സോളാർ സെല്ല് പാനലുകൾ, നമുക്കറിയാം സോളാർ പാനലുകൾക്കും സോളാർ സെല്ലിനും ഒരുപാട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യണം, അതിനുള്ള കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്.
25ഓളം ക്രിട്ടിക്കൽ മിനറൽസ് ധാതുക്കളുടെ മേലുള്ള കസ്റ്റംസ് ഡ്യൂട്ടി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സാധനങ്ങളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി. അപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കുമ്പോൾ ഗുണം ഈ സാധനങ്ങളുടെ എല്ലാം വില നമ്മുടെ രാജ്യത്ത് കുറയും. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കുന്നതിന്റെ ഗുണം എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ചെലവാക്കിയിട്ടുള്ള മിനിസ്ട്രി, ഏത് മന്ത്രാലയം അല്ലെങ്കിൽ ഏത് വകുപ്പിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ചെലവാക്കിയിട്ടുള്ളത്? ഡിഫൻസിന് തന്നെയാണ്. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു ഡിഫൻസ് വകുപ്പിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുള്ളത്? ചെലവാക്കിയിട്ടുള്ള ഡിഫൻസ് മന്ത്രാലയത്തിനാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇൻഫ്ലേഷന്റെ കാര്യം പറയുന്നുണ്ട്. ഗവൺമെന്റ് ഈ ഒരു ബജറ്റ് തുടക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് എന്താണ്? ലോകത്ത് പല രാജ്യങ്ങളും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്, വളർച്ച താഴോട്ടാണ്, പല രാജ്യങ്ങളിലും ഇൻഫ്ലേഷൻ മുകളിലോട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ വളർച്ചയിൽ വളരെ മുന്നോട്ടും ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ വളരെയധികം കുറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഉണ്ട് കേട്ടോ. ഇന്ത്യക്ക് ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, 4+or-2, ആ 4% വരെ ഇൻഫ്ലേഷൻ ആകാം. 2 അങ്ങോട്ടോ 2 ഇങ്ങോട്ടോ പോവാം, കുഴപ്പമില്ല. ആ 4 എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലോട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് ഈ ഒരു ബജറ്റിനകത്ത് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ കഴിഞ്ഞ വർഷത്തെ 5.4% ആണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ബജറ്റിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ വളർച്ച 2023-24 വളർച്ചയായിട്ട് ബജറ്റിൽ പറയുന്ന 8.2% ആണ്. അവസാന 3 വർഷങ്ങളിലായി ഇന്ത്യ, കോവിഡിന് ശേഷമുള്ള 3 വർഷങ്ങളിലായിട്ട് ഇന്ത്യ 7% മുകളിൽ വളർച്ച കൈവരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ വളർച്ച 8.2% ഈ ഒരു ബജറ്റിനകത്ത് പറയുന്നുണ്ട്. ഇനി ടാക്സിന്റെ പ്രപ്പോസലുകൾ കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ ടാക്സിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് റിവ്യൂ ഓഫ് ഇൻകം ടാക്സ് ആക്ട് ഓഫ് 1961, 1961 നികുതി നിയമം ഉണ്ടല്ലോ, അതായത് ആദായ നികുതി നിയമം, അതൊന്ന് റിവ്യൂ ചെയ്യണം. കാരണം അത് കാലപ്പഴക്കം ചെന്നതാണ്, ആൾക്കാർക്ക് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതൊന്ന് റിവ്യൂ ചെയ്ത് കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആക്കണമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അത് 6 മാസത്തിനകത്ത് അത് ചെയ്യുമെന്നാണ് ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. സിംപ്ലിഫിക്കേഷൻ ഓഫ് ചാരിറ്റീസ് ആൻഡ് TDS, നമുക്കറിയാം ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ചാരിറ്റീസ്, അതിന്റെ നിയമങ്ങൾ കുറച്ചൊക്കെ സിംപ്ലിഫൈ ചെയ്യുമെന്ന് പറയുന്നു. ഡീപ്പനിങ് ദ ടാക്സ് ബേസ്, കൂടുതൽ ആൾക്കാരെയും കൂടുതൽ സാധനങ്ങളെയും നികുതിയുടെ പരിധിയിൽ കൊണ്ടുവന്ന് നികുതി ബേസ് വലുതാക്കുമെന്നും ഈ ഒരു ടാക്സ് പ്രപ്പോസലിനകത്ത് ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെന്റ്, ഈ ഒരു ബജറ്റിനകത്ത് ഒരു PM പാക്കേജ്, പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റേഴ്സ് പാക്കേജ് പ്രഖ്യാപിക്കുന്നുണ്ട്. 5 സ്കീമുകൾ ഉൾപ്പെടുന്ന ഒരു പാക്കേജ് ഈ ഒരു ബജറ്റിനകത്ത് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, 5 സ്കീമുകൾ ഉൾപ്പെടുന്ന ഒരു പാക്കേജ് ഈ ഒരു ബജറ്റിനകത്തുണ്ട്. അതിലെ ആദ്യത്തെ 3 സ്കീം എന്ന് പറയുന്നത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ശ്രദ്ധിക്കുക, എന്താ പറഞ്ഞത്? PM's പാക്കേജ്, പ്രധാനമന്ത്രിയുടെ ഒരു പാക്കേജ് അനൗൺസ് ചെയ്യുന്നുണ്ട്. 5 സ്കീമുകളാണ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 3 സ്കീമുകൾ തൊഴിലുമായി ബന്ധപ്പെട്ടത്. അതിൽ ഒന്നാമത്തെ സ്കീം നോക്കി, സ്കീം A, ഫസ്റ്റ് ടൈമേഴ്സ്, ആദ്യമായിട്ട് ജോലിക്ക് കയറുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് അനൗൺസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ജോലിക്ക് കയറുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 1 മാസം വേതനം, ഒരു മാസത്തെ വേതനം 3 തവണകളായിട്ട് 15,000 രൂപ, അതായത് 5,000 വെച്ചിട്ടുള്ള 3 തവണകളായി 15,000 രൂപ അവരുടെ അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആയിട്ട് എത്തുമെന്നാണ് പറയുന്നത്. ഏകദേശം 2 കോടിയോളം യുവജനങ്ങൾക്ക് ഇത് സഹായകരമായിട്ട് മാറുമെന്ന് പറയുന്നു. രണ്ടാമത്തെ സ്കീം എന്ന് പറയുന്നത് വ്യവസായ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ 4 വർഷം, ജോലിക്ക് കയറുന്ന ആദ്യത്തെ 4 വർഷം നമുക്കറിയാം നമ്മുടെ അക്കൗണ്ട്, നമ്മുടെ സാലറി വരുമ്പോൾ അതിൽ നിന്നൊരു സർട്ടൻ പെർസെൻറ്റേജ് EPFO, അതായത് എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ആയിട്ട് പോകും. അപ്പൊ അത് എന്ത് ചെയ്യുന്നു പറയുന്നത്? ഗവൺമെന്റ് അതിന് കുറച്ച് ഇൻസെന്റീവ് കൊണ്ടുവരുമെന്ന് പറയുന്നു. തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും അതുപോലെ തൊഴിലുടമയും ഈ പറയുന്ന PF-ൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതിൽ കുറച്ച് ഇൻസെന്റീവ് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം സ്കീം C, സപ്പോർട്ട് ടു എംപ്ലോയേഴ്സ്. നിങ്ങളൊന്ന് കാര്യം മനസ്സിലാക്കുക, എനിക്കൊരു ബിസിനസ് ഉണ്ട്, ഞാൻ പുതിയതായിട്ട് ഒരാൾ അപ്പോയിന്റ് ചെയ്യും, അദ്ദേഹത്തിന് EPFO ഞാൻ കൊടുക്കേണ്ടി വരും. EPFO എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട്, അതിൽ തൊഴിലാളിയുടെ സാലറിയിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജും അതേപോലെ തന്നെ മുതലാളിയും തൊഴിലാളിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണം. മനസ്സിലായോ? തൊഴിലാളി ഇപ്പോൾ 10,000 രൂപ അദ്ദേഹത്തിന്റെ സാലറിയിൽ നിന്ന് EPFOയിലോട്ട് പിടിച്ചാൽ അതേ എമൗണ്ട് മുതലാളിയും കൂടെ തൊഴിലാളിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ മുതലാളിനെ സംബന്ധിച്ചിടത്തോളം, എംപ്ലോയറിനെ സംബന്ധിച്ചിടത്തോളം അത് അധിക ചെലവാണ് അല്ലെ. അപ്പൊ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യില്ല, പുതിയ ഒരാൾ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് താല്പര്യം കാണത്തില്ല. അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റ് പറയുന്നത് എന്താണ്? നിങ്ങൾ പുതിയതായിട്ട് ഒരാൾ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷം 3,000 രൂപ വരെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഗവൺമെന്റ് വഹിച്ചോളും. മനസ്സിലായല്ലോ? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനിൽ ഇപ്പൊ എംപ്ലോയി മാസം തോറും ഇപ്പൊ 5,000 രൂപ PF-ലോട്ട് ഇടുന്നു. അതേപോലെ എംപ്ലോയറും ഈ എംപ്ലോയിക്ക് വേണ്ടി 5,000 രൂപ PF-ലോട്ട് ഇടണം, EPF-ലോട്ട് ഇടണം. മനസ്സിലായല്ലോ?
അങ്ങനെ വരുന്ന സമയത്ത് മുതലാളിയുടെ കയ്യിൽ നിന്നും അഡീഷണൽ പൈസയാവും. അപ്പൊ ഗവൺമെന്റ് പറയുന്നത് എന്താ, ഈ പൈസയിൽ 3000 രൂപ ഞങ്ങൾ തന്നോളാം, ഗവൺമെന്റ് തന്നോളാം. അതാണ് സപ്പോർട്ട് ടു എംപ്ലോയേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത 4ാമത്തെ സ്കീം എന്ന് പറയുന്നത് സ്കില്ലിംഗ്, അതായത് സ്കില്ല്, വൈദഗ്ധ്യം, നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ട് 20 ലക്ഷം യുവജനങ്ങൾക്ക് അടുത്ത 5 വർഷ കാലയളവിൽ വൈദഗ്ധ്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനം എടുക്കും. 1000ഓളം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് യൂണിറ്റുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിക്കും ഇപ്പോൾ എന്തൊക്കെ ജോലിക്ക് എന്ത് സ്കില്ലാണോ ആവശ്യം അതിനനുസരിച്ചായിരിക്കും കോഴ്സ് ഡെവലപ്പ് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. ഇനി 5ാമത്തെ കാര്യം പറയുന്ന ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് പറയുന്നുണ്ട്. അപ്പൊ പ്രധാനമന്ത്രിയുടെ പാക്കേജ് PM പാക്കേജിലെ 5ാമത്തെ സ്കീം എന്ന് പറയുന്ന ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി, അതായത് ഇന്ത്യയിലെ ടോപ്പ് 500 കമ്പനി, ഏറ്റവും വലിയ 500 കമ്പനികളിൽ 1 വർഷത്തോളം 1 കോടിയോളം യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ട്രെയിനിങ് പോലെ 1 വർഷത്തേക്ക് മാസം 5000 രൂപ അലവൻസ് വെച്ച്. അപ്പം ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്കറിയാം ഇന്റേൺഷിപ്പിന് നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെ കുറച്ച് സ്റ്റൈപ്പൻഡ് പോലെ കിട്ടും അല്ലെ. അപ്പൊ 5000 രൂപ മാസം തോറും ഈ പറയുന്ന എന്താണ് ഇന്റേൺഷിപ്പ് എടുക്കുന്ന കുട്ടികൾക്ക്, യൂത്തിന് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇതുകൂടാതെ ആദ്യം ഇന്റേൺഷിപ്പിന് ജോയിൻ ചെയ്യുമ്പം 6000 രൂപ 1 ടൈം അസിസ്റ്റൻസ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്റേൺഷിപ്പിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ ഒരു 6000 രൂപയും കൂടെ ഈ കമ്പനി കൊടുക്കണം. അത് എവിടുന്ന് കൊടുക്കണം? കമ്പനിയുടെ CSR ഫണ്ടിൽ. നിങ്ങൾക്കറിയാം CSR എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കമ്പനിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് കമ്പനി മുടക്കാനുള്ള ഫണ്ടാണ്. അപ്പൊ അതിൽ നിന്ന് 6000 രൂപ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഇന്റേൺഷിപ്പുകൾ വരുന്ന ഇന്റേൺസിന് എന്ത് ചെയ്യണം? ആദ്യം ഒറ്റത്തവണയായിട്ട് കമ്പനി കൊടുക്കുകയും വേണം. അപ്പൊ ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും PM's പാക്കേജിനകത്തുള്ളത്. അതിൽ 3 എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്, 1 സ്കില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, 1 സർവീസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത് ഈ ബജറ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബീഹാർ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, ഈ 2 സംസ്ഥാനങ്ങളെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പരിഗണിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വേറൊന്നും കൊണ്ടല്ല, രാഷ്ട്രീയ ലക്ഷ്യങ്ങളായിരുന്നു. കാരണം ഈ സർക്കാരിന് ഭരിക്കുന്ന പാർട്ടിക്ക് ഒറ്റയ്ക്ക് അധികാരമില്ല, കോയിലേഷൻ ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് ഒന്ന് ബീഹാറിലെ അധികാരത്തിലുള്ള നിതീഷ് കുമാറിന്റെ പാർട്ടിയും ആന്ധ്രാപ്രദേശിലെ അധികാരത്തിലുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ TDP ആണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് 2 പേർക്കും 2 സംസ്ഥാനങ്ങളുടെയും വികസനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഗവൺമെന്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വരും. കാരണം അവർ അത്രത്തോളം ആവശ്യപ്പെടും ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് ഈ ബീഹാറിനെയും ആന്ധ്രാപ്രദേശിനെയും സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ ഫണ്ട്, ഒരുപാട് പദ്ധതികൾ ഈ ഒരു ബജറ്റിന്റെ ഭാഗമായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആന്ധ്രയ്ക്ക് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. കാരണം ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം തെലങ്കാന വിഭജനത്തിന് ശേഷം ഡെവലപ്മെന്റ് വലിയ രീതിയിൽ ഇല്ലാത്തൊരു സംസ്ഥാനമാണ്. കാരണം അവർക്കുണ്ടായിരുന്ന വിഭവങ്ങളെല്ലാം തന്നെ തെലങ്കാനയിലോട്ട് പോകുന്നു. ആന്ധ്രയിൽ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥ വരുന്നു. കാരണം ഹൈദരാബാദ് ഉൾപ്പെടെ പല നഗരങ്ങളും പ്രധാനപ്പെട്ട കമ്പനികളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഹൈദരാബാദിലോട്ട് തെലങ്കാനയിലോട്ട് പോകുന്ന ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൂടുതൽ പരിഗണന ഈ ഒരു ബജറ്റിന് കൊടുത്തിട്ടുണ്ട്. അതിൽ 1ാമത്തേത് പൂർവോദയ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഈസ്റ്റേൺ ഭാഗത്ത്, ഇന്ത്യയുടെ ഈസ്റ്റേൺ ഭാഗത്ത് വികസനത്തിന് ഊന്നിയാണ് പൂർവോദയ എന്ന് പറയുന്ന ഒരു സ്കീം. പൂർവോദയ എന്ന് പറയുന്ന ഒരു സ്കീം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പോലെ ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പൂർവോദയക്കകത്ത് വികാസ് ബി വിരാസത് ബി എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ഡെവലപ്മെന്റിനൊപ്പം തന്നെ ട്രഡിഷൻ, നമ്മുടെ ഈ പറയുന്ന പോലെ ട്രഡിഷനും കൂടെ എന്ത് ചെയ്യുക? വളർത്തുക എന്നുള്ളത്. വികസനവും അതുപോലെ തന്നെ പൈതൃകവും, അതാണ് വികാസ് ബി വിരാസത് ബി എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനൊപ്പം പൈതൃകത്തിന്റെ വളർച്ചയും കൂടെ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈസ്റ്റേൺ ഭാഗത്തുള്ള സംസ്ഥാനങ്ങൾ ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് ഫോർ ജനറേറ്റിംഗ് ആൻ എക്കണോമിക് ഓപ്പർച്യൂണിറ്റി അറ്റൈൻ വികസിത് ഭാരത്. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ അമൃത്സറിൽ നിന്ന്, നമുക്കറിയാം അമൃത്സർ ഉണ്ടല്ലോ, അമൃത്സറിൽ നിന്ന് കൊൽക്കത്തയിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഇടയിലാണ് ബീഹാറിലുള്ള ഗയ. ആ ഗയനെ ഒരു ഇൻഡസ്ട്രിയൽ നോഡ്, അതായത് ഒരു ഇൻഡസ്ട്രിയൽ കേന്ദ്രം, വ്യാവസായിക കേന്ദ്രമായിട്ട് വളർത്തുമെന്നും പറയുന്നുണ്ട്. അവിടെയും ബീഹാറിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ബീഹാറിൽ പുതിയ വിമാനത്താവളങ്ങൾ, പുതിയ ഹൈവേകൾ, ബ്രിഡ്ജസുകൾ അതെല്ലാം നിർമ്മിക്കുന്നതിന് സാമ്പത്തിക സഹായം കൊടുക്കുമെന്നും പറയുന്നുണ്ട്. ഇതുകൂടാതെ ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ട് 2014 വന്ന ഈ ഒരു നിയമപ്രകാരം ആ ഒരു നിയമത്തിൽ ഗവൺമെന്റ് കമ്മിറ്റ്മെന്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി കൂടുതൽ ശ്രമിക്കുമെന്ന് പറയുന്ന
15,000 കോടി രൂപയുടെ സാമ്പത്തിക സഹായമാണ് ആന്ധ്രയ്ക്ക് വേണ്ടി ഈ ഒരു ബജറ്റിൽ മാത്രം പ്രഖ്യാപിച്ചിട്ടുള്ളത്. പോലാവാരം ഇറിഗേഷൻ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയുന്നു. കാരണം രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള വെള്ളം, പവർ, റെയിൽവേ, റോഡ്, കൊപ്പറത്തി നോഡ്, അതായത് വിശാഖപട്ടണം ചെന്നൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ, വിശാഖപട്ടണത്തിനെ ചെന്നൈയുമായി കണക്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ കോറിഡോർ, വ്യാവസായിക ഇടനാഴിയിലിടയിൽ കോപ്പറത്തി എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ് ഈ പറയുന്ന കോപ്പറത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വ്യാവസായിക കേന്ദ്രം സ്ഥാപിക്കും. അതുപോലെ തന്നെ ഹൈദരാബാദ് ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിനിടയിൽ എന്താണ് ഓർവക്കൽ നോഡ് എന്ന് പറയുന്നത്, ഓർവക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയൊരു വ്യവസായ കേന്ദ്രം സ്ഥാപിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പൊ ആന്ധ്രാപ്രദേശിനും എന്ത് ചെയ്യുന്നുണ്ട്, അധികമായിട്ട് കൊടുക്കുന്ന കാര്യം ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ദെൻ ടൂറിസം മേഖലയെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൂടുതലായിട്ടും ബീഹാറിന് തന്നെയാണ്. ബീഹാറും ഇപ്പം BJP റീസെന്റ് ആയിട്ട് ജയിച്ച ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനം, ഒഡീഷയ്ക്കും കുറച്ച് പ്രാധാന്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബജറ്റിൽ. അപ്പോൾ ബീഹാറിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രാധാന്യം കിട്ടുന്നുണ്ട്. കാരണം വിഷ്ണുപത് ടെമ്പിൾ കോറിഡോർ, അതുപോലെ തന്നെ മഹാബോധി ടെമ്പിൾ കോറിഡോർ, ഇത് രണ്ടും ബീഹാറിലാണ്. വിഷ്ണുപത് ക്ഷേത്ര ഇടനാഴി, അതുപോലെ മഹാബോധി ക്ഷേത്ര ഇടനാഴി, കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴി മാതൃകയിൽ ഈ രണ്ട് ക്ഷേത്ര ഇടനാഴികളും ഡെവലപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്ഗിർ, നമുക്കറിയാം ഹിന്ദുക്കൾക്കും ബുദ്ധിസ്റ്റുകൾക്കും ജൈനികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള രാജ്ഗിർ. അപ്പൊ ഈ രാജ്ഗിറും ബീഹാറിലാണ്, അതിന്റെ വികസനവും പറയുന്നുണ്ട്. ദെൻ നളന്ദ യൂണിവേഴ്സിറ്റി, നളന്ദ സർവകലാശാല, പണ്ടത്തെ ആ ഒരു നളന്ദ സർവകലാശാലയെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് വളർത്തുമെന്ന് പറയുന്നുണ്ട്, അതും ബീഹാറിലാണ്. അതുപോലെ തന്നെ ഒഡീഷ, BJP ഇപ്പൊ അധികാരത്തിൽ വന്ന സംസ്ഥാനമാണ് ഒഡീഷ. അപ്പൊ ഒഡീഷയുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ ടൂറിസം വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ക്ഷേത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്, നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് ഉണ്ട്, പ്രിസ്റ്റിൻ ബീച്ചസ് ഉണ്ട്. ഇതെല്ലാം ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് വളർത്തുമെന്നും പറയുന്നുണ്ട്. അപ്പൊ ടൂറിസം മേഖലയിൽ ബീഹാറിനും ഒഡീഷയ്ക്കുമാണ് കൂടുതൽ ഗവൺമെന്റ് എടുത്തു പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട്. ഇനി അടുത്ത് ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ് മിറ്റിഗേഷൻ, ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും കൃത്യമായിട്ട് ബീഹാറിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ബീഹാറിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് ഇവിടെ പറയുന്നുണ്ട്. 11,500 കോടിയുടെ പ്രോജക്റ്റ് ആണ് കോസി മേച്ചി ഇൻട്രാ സ്റ്റേറ്റ് ലിങ്ക്, അതായത് ബീഹാറുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലഡ് നിയന്ത്രിക്കാനും ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ആസാം, സിക്കിം, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ഫ്ലഡ് മാനേജ്മെന്റിനും സഹായം കൊടുക്കുമെന്ന് പറയുന്നു. ഹിമാചൽ പ്രദേശിൽ പ്രളയം ബാധിച്ചു, നമുക്കറിയാം, അവിടെ പുനർനിർമ്മാണത്തിനും പുനരധിവാസത്തിനും വേണ്ടിയിട്ടുള്ള സഹായം കൊടുക്കുമെന്നും ഈ ഒരു ബജറ്റിനകത്ത് പറയുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഇതല്ലാതെ, അപ്പൊ ഇത് നമ്മൾ പ്രധാനപ്പെട്ട അനൗൺസ്മെന്റുകൾ, ഇതല്ലാതെ വേറെ മറ്റ് അനൗൺസ്മെന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുമെന്ന് പറയുന്നു. വ്യവസായ മേഖലയിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടി ഹോസ്റ്റൽ സംവിധാനങ്ങൾ, വ്യവസായങ്ങളുമായിട്ട് ചേർന്ന് ഹോസ്റ്റൽ സംവിധാനങ്ങളും ക്രഷുകളും, കുട്ടികളെ നോക്കാൻ വേണ്ടിയുള്ള ഡേ കെയർ ക്രഷുകളും സെറ്റപ്പ് ചെയ്യുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്താണ്, ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ചെറുപ്പക്കാർക്ക് 10 ലക്ഷം രൂപ വരെ ലോണുകൾ കൊടുക്കും. ശ്രദ്ധിക്കുക, രാജ്യത്തിനകത്ത് പഠിക്കുന്ന, രാജ്യത്തിന് പുറത്ത് പഠിക്കുന്നവർക്കല്ല, രാജ്യത്തിനകത്ത് പഠിക്കുന്ന ആൾക്കാർക്ക് 10 ലക്ഷം രൂപ വരെ ധനസഹായം, വായ്പകൾ, ലോൺ വായ്പകൾ കൊടുക്കും. അതിനുവേണ്ടി ഈ വൗച്ചർ 1 ലക്ഷം കുട്ടികൾക്ക് നേരിട്ട് ഈ വൗച്ചർ ആയിട്ട് അത് എന്ത് ചെയ്യും, വായ്പ കൈമാറ്റം ചെയ്യുമെന്നും പറയുന്നുണ്ട്. ഇനി മറ്റൊരു പ്രോഗ്രാം, പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. ഇതെന്ന് പറയുന്നത് 63,000-ഓളം ഗ്രാമങ്ങളിലെ 5 കോടിയോളം ട്രൈബൽ ഏരിയയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. അപ്പൊ 63,000-ഓളം ഗ്രാമങ്ങളിലെ 5 കോടിയോളം ട്രൈബൽ ആൾക്കാർക്ക് ഇതിന്റെ ഗുണം ലഭ്യമാകുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത് മറ്റ് മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസ് സെക്ടറിൽ ഈ MSME മേഖലയിൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം, അതായത് മുന്നേ ഉണ്ടായിരുന്ന സ്കീം തന്നെയാണ്, മാത്രമല്ല ഇപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈടില്ലാത്ത വായ്പകൾ കൊടുക്കുമെന്ന് പറഞ്ഞു. ദെൻ മുദ്രാ ലോണുകൾ, നേരത്തെ തരുൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ 10 ലക്ഷം രൂപ വരെയായിരുന്നു മുദ്രാ ലോണുകളുടെ മാക്സിമം ലിമിറ്റ്. ഇപ്പോൾ ആ 10 ലക്ഷം രൂപ എടുത്തിട്ട് തിരിച്ചടച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇനി മുതൽ 20 ലക്ഷം രൂപ വരെ മുദ്രാ ലോണുകൾ തരുൺ എന്ന് പറയുന്ന വിഭാഗം വഴി കിട്ടും. ഇനി അടുത്ത് 12 പുതിയ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് റെന്റൽ ഹൗസിംഗ്, വാടകയ്ക്ക് ഡോർമെട്രി പോലത്തെ സംവിധാനങ്ങൾ, അത് PPP മോഡലിൽ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നു. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് സപ്പോർട്ടോടുകൂടി ക്രിട്ടിക്കൽ മിനറൽ മിഷൻ, പ്രധാനപ്പെട്ട മിനറൽസിന്റെ ഉൽപാദനം, അതിന്റെ റീസൈക്ലിംഗ്, അതിന്റെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ അനൗൺസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ദെൻ IBC എക്കോസിസ്റ്റം,
ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്, അതാണ് IBC എന്ന് പറയുന്നത്. അപ്പം IBCയുടെ കാര്യങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ മീൻസ് IBCയിൽ നിന്ന് റിസൾട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ടെക്നോളജി പ്ലാറ്റ്ഫോം സെറ്റപ്പ് ചെയ്യും. IBC എന്ന് വെച്ചാൽ നമ്മുടെ ബാങ്കുകളിൽ ഇത്തരത്തിൽ ഇൻസോൾവെന്റ് പാപ്പരാകാറുണ്ട്, ആൾക്കാർ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാറുണ്ട്, കമ്പനികൾ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്ന നിയമം അവിടെ വർക്കാവുന്നത്. മുന്നേ പല നിയമങ്ങളെയും ഒരുമിച്ച് ഏകോപിപ്പിച്ചിട്ടാണ് ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് കൊണ്ടുവന്നത്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി ഒരു ഇന്റഗ്രേറ്റഡ് ടെക്നോളജി പ്ലാറ്റ്ഫോം കൊണ്ടുവരുമെന്ന് ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഷ്രിമ്പ്, ചെമ്മീന്റെ കാര്യം പറഞ്ഞു, അതിന്റെ ഉൽപാദനം, അതിന്റെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ നബാർഡിൽ നിന്നും ഫൈനാൻസ് സഹായം കൊണ്ടുവരുമെന്നും പറയുന്നുണ്ട്. ഇനി അടുത്ത അർബൻ ഡെവലപ്മെന്റ്, നഗരവികസനത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ സ്റ്റാമ്പ് ഡ്യൂട്ടി നമുക്കറിയാം, നമ്മൾ വസ്തുക്കൾ വാങ്ങുന്ന സമയത്തും വിൽക്കുന്ന സമയത്തൊക്കെ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണമല്ലോ. സ്ത്രീകളുടെ പേരിലാണ് വസ്തുക്കൾ വാങ്ങുന്നതെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ അളവിൽ അല്ലെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ റേറ്റ് കുറയ്ക്കണമെന്ന് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുമെന്ന് ഈ ഒരു ബജറ്റിൽ പറയുന്നുണ്ട്. അതുപോലെ 100ഓളം ആഴ്ച ചന്തകൾ, സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ ഡെവലപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ട്രാൻസിറ്റ് ഓറിയന്റ് ഡെവലപ്മെന്റ് പ്ലാൻ 14 വലിയ നഗരങ്ങളിൽ കൊണ്ടുവരുമെന്ന് പറയുന്നു. ഇനി കൃഷിയുടെ ഭാഗമായിട്ട് നമ്മുടെ നിലവിലുള്ള കാർഷിക മേഖലയെ മൊത്തത്തിൽ മാറ്റുമെന്ന്, അതിനുവേണ്ടിയുള്ള റിസർച്ചുകൾ പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയുന്നു. നാഷണൽ കോർപ്പറേഷൻ പോളിസി എന്ന് വെച്ചാൽ കോർപ്പറേറ്റീവ് സെക്ടർ, നമ്മുടെ സഹകരണ മേഖലയുടെ വളർച്ചയ്ക്ക്, സഹകരണ മേഖലയുടെ വികസനത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരു ദേശീയ കോർപ്പറേറ്റീവ് പോളിസി, ഒരു ദേശീയ സഹകരണ നയം കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ആത്മനിർഭരത, ഓയിൽ സീഡ്സിന്റെ കാര്യത്തിൽ, എണ്ണക്കുരുക്കളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 109ഓളം ഹൈ ഈൽഡിങ് പുതിയ വെറൈറ്റി സീഡുകൾ, അതായത് ഏതൊരു ക്ലൈമറ്റിനെയും തരണം ചെയ്ത് വളരാൻ പറ്റുന്ന പുതിയ വെറൈറ്റീസ് ക്രോപ്സുകൾ കൊണ്ടുവരും, അനൗൺസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് 32 മേഖലകളിൽ. ഇനി എനർജി സെക്യൂരിറ്റിനെ പറ്റി പറയുന്നുണ്ട്. ഊർജ്ജ സുരക്ഷയ്ക്ക് വേണ്ടി ഭാരത് സ്മോൾ മോഡുലാർ റിയാക്ടറുകൾ കൊണ്ടുവരും. പ്രൈവറ്റ് മേഖല, ന്യൂക്ലിയർ എനർജിയിലോട്ട് പ്രൈവറ്റ് മേഖലയെ കൊണ്ടുവരുന്നതിനെ പറ്റിയും പറയുന്നുണ്ട്. AUSC തെർമൽ പവർ പ്ലാന്റ്സ്, അതായത് എന്താണ്, അഡ്വാൻസ് അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്ലാന്റുകൾ സെറ്റപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആരുടെയൊക്കെ നേതൃത്വത്തിൽ? NTPCയുടെയും ബെല്ലിന്റെയും, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെയും ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെയും ഒരുമിച്ചുള്ള സംയുക്ത സംരംഭമായിട്ട് അഡ്വാൻസ് അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്ലാന്റ്സ് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. എനർജി ഓഡിറ്റ് നടത്തുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന, അതായത് മുന്നേ ഉണ്ടായിരുന്ന പ്രോഗ്രാമാണ് പുരപ്പുറ സൗരോർജ പദ്ധതി എന്ന് പറയും. അതായത് വീടിന്റെ മുകളിൽ സൗരോർജം, സോളാർ പാനലുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി. 1 കോടി ആൾക്കാർക്ക് സൗജന്യ ഇലക്ട്രിസിറ്റി, 300 യൂണിറ്റ് എല്ലാ മാസവും ലഭ്യമാകും. 1.28 കോടി രജിസ്ട്രേഷനും 14 ലക്ഷം ആപ്ലിക്കേഷൻസും ഇതുവരെ ഇതിന്റെ ഭാഗമായിട്ട് വന്നു എന്ന് ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, ഗവൺമെന്റിന്റെ ബജറ്റ് പ്രകാരം ഈ വർഷം GDPയുടെ 3% അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മാത്രം സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പൊ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മാത്രം സർക്കാർ 3.4% GDPയുടെ മൊത്തം മാറ്റിവെച്ചിട്ടുള്ളത്. ഇനി PMGSY നമുക്കറിയാം, ഗ്രാമീൺ സഡക് യോജന നമുക്കറിയാം, പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന ഗ്രാമപ്രദേശത്തിന്റെ റോഡുകളുടെ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ 4ാം ഘട്ടം ഗവൺമെന്റ് ഉടനെ ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നു. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയുടെ 4ാം ഘട്ടം ഉടനെ ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നു. 25,000ഓളം സ്ഥലങ്ങളിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി അതിനുശേഷം ഓപ്പറേഷണലൈസേഷൻ ഓഫ് അനുസദൻ നാഷണൽ റിസർച്ച് ഫണ്ട്, അതായത് റിസർച്ച്, അടിസ്ഥാനപരമായിട്ടുള്ള റിസർച്ചും പ്രോട്ടോടൈപ്പുകളുടെ വികസനത്തിനും വേണ്ടിയിട്ട് അനുസദൻ നാഷണൽ റിസർച്ച് ഫണ്ട് ഉപയോഗിക്കുമെന്ന് പറയുന്നു. സ്പേസ് എക്കണോമിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, 1000 കോടിയുടെ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്, സ്പേസ് എക്കണോമി ഡെവലപ്മെന്റിന് വേണ്ടി ഒരു 1000 കോടിയുടെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് അനൗൺസ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. അതുപോലെ അടുത്ത തലമുറ റിഫോംസിന്റെ ഭാഗമായിട്ട് ഭൂ ആധാർ, എല്ലാ ഭൂമികൾക്കും ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ, എല്ലാ ഭൂമിക്കും, എല്ലാ ലാൻഡിനും ഒരു യുണീക്ക് പാഴ്സൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ, യുണീക്ക് ലാൻഡ് പാഴ്സൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ഭൂ ആധാർ കൊടുക്കുമെന്ന് പറയുന്നു. ഇനി അടുത്ത് ലാൻഡ് റെക്കോർഡ്സ്, അർബൻ ഏരിയാസിലെ, നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭൂമിയുടെ വിവരങ്ങളും
ഡിജിറ്റൽ ആക്കി മാറ്റും. ഡിജിറ്റൈസേഷൻ ഓഫ് കഡസ്ട്രൽ മാപ്പുകൾ, നിലവിലുള്ള മാപ്പുകൾ എല്ലാം ഡിജിറ്റൽ ആക്കും. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ലാൻഡ് രജിസ്ട്രി, ഭൂ രജിസ്ട്രികൾ സെറ്റപ്പ് ചെയ്യുമെന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബജറ്റിനകത്ത് അനൗൺസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ FDI ആൻഡ് ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് വിദേശത്തു നിന്നുള്ള നിക്ഷേപം. FDI എന്ന് വെച്ചാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ മറ്റ് രാജ്യങ്ങളിൽ നടത്തുന്ന നിക്ഷേപങ്ങൾ. അപ്പൊ ഇത്തരത്തിൽ FDI കൂടുതൽ വരാനും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപം കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും ഇന്ത്യൻ റുപ്പീനെ നമ്മൾ ഉപയോഗിക്കും. സാധാരണ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി നിക്ഷേപിക്കണമെങ്കിൽ ഡോളറോ അല്ലെങ്കിൽ ആ രാജ്യത്തെ കറൻസിയിലെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് നിലവിൽ ഇനി ഗവൺമെന്റ് ഇന്ത്യൻ രൂപ ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങളിൽ നിക്ഷേപിക്കാനുള്ള മാർഗം കണ്ടെത്താൻ ശ്രമിക്കുമെന്ന് ഈ ബജറ്റിനകത്ത് പറയുന്നുണ്ട്. NPS വാത്സല്യ എന്ന് പറയുന്ന ഒരു സ്കീമിനെ പറ്റി പറയുന്നുണ്ട്. NPS വാത്സല്യ അതെന്താണ്? പാരന്റ്സ് ആൻഡ് ഗാർഡിയൻസ് ഫോർ മൈനേഴ്സ്, അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഗാർഡിയൻസിനോ അവർക്ക് വേണ്ടി ഒരു ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ ആണ് NPS വാത്സല്യ. അപ്പൊ ഈ പറയുന്ന അച്ഛനമ്മമാർക്കോ ഗാർഡിയൻസിനോ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാസം തോറും പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാഷണൽ പെൻഷൻ സ്കീമിന്റെ NPS വാത്സല്യ എന്ന് പറയുന്ന സ്കീം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വേഗത്തിൽ ബജറ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ 2024-25 ആനുവൽ ബജറ്റ്, അതായത് റിവൈസ്ഡ് ബജറ്റിന്റെ അതായത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് നോക്കിയിട്ടുള്ളൂ. അത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്